റിസൾട്ട് വന്നു. എല്ലാവരും എന്നെ പരിപാടിയും ചോദിച്ചപ്പം എനിക്ക് ഇച്ചിരി ഡോക്ടർ ആണെന്ന് തോന്നി. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ എൻട്രൻസിന്റെ എക്സാം എഴുതി കോളേജിൽ ചെന്നപ്പോ അവര് പറയാ MBBS ആ മാർക്കിന് സീറ്റ് കിട്ടത്തില്ലെന്ന്. പക്ഷെ അവിടുത്തെ ഒരു മാമൻ പറഞ്ഞു BMS പഠിച്ചാലും ഡോക്ടർ ആവാന്ന്. അങ്ങനെ ഞങ്ങൾ BMS പഠിക്കാൻ പോയി. അവിടെ ഫുള്ള് സ്ലോഗായിരുന്നു. പഠിക്കാൻ പാടാ തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ പറയാ ഫുൾ ഫീസ് അടിച്ചില്ലേ 10ന്റെ +2 സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന്. അങ്ങനെ ഫൈനൽ ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വെച്ചപ്പോ അവര് പറയാ ഇപ്പൊ പ്രൊഫഷണൽ മാത്രമേ തരത്തുള്ളൂ, ഒറിജിനൽ തരണമെങ്കിൽ ഹൗസ് ഏജൻസി കൂടി ചെയ്യണമെന്ന്. വാങ്ങിക്കാൻ നിർത്തില്ലല്ലോ കാശ്. പിന്നെ പ്രൊഫഷണൽ മേടിച്ചു. ഇത്രയൊക്കെ ആയില്ലേ, ബാക്കി ഹൗസ് ഏജൻസി കൂടി ചെയ്തു. എല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ടീച്ചർമാര് പറയാം ആയുർവേദ PG കൂടി എടുക്കണോ. ഇനി അതിന് കൂടിയുള്ള പെട്രോൾ എന്റെ വണ്ടിയിലില്ല. PGക്ക് വരെ വേറെ എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ. റിസൾട്ട് വന്നു. എല്ലാവരും എന്നെ പരിപാടിയും ചോദിച്ചപ്പം എനിക്ക് ഇച്ചിരി ഡോക്ടർ ആണെന്ന് തോന്നി. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ എൻട്രൻസിന്റെ എക്സാം എഴുതി കോളേജിൽ ചെന്നപ്പോ അവര് പറയാ MBBS ആ മാർക്കിന് സീറ്റ് കിട്ടത്തില്ലെന്ന്. പക്ഷെ അവിടുത്തെ ഒരു മാമൻ പറഞ്ഞു BMS പഠിച്ചാലും ഡോക്ടർ ആവാന്ന്. അങ്ങനെ ഞങ്ങൾ BMS പഠിക്കാൻ പോയി. അവിടെ ഫുള്ള് സ്ലോഗായിരുന്നു. പഠിക്കാൻ പാടാ തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ പറയാ ഫുൾ ഫീസ് അടിച്ചില്ലേ 10ന്റെ +2 സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന്. അങ്ങനെ ഫൈനൽ ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വെച്ചപ്പോ അവര് പറയാ ഇപ്പൊ പ്രൊഫഷണൽ മാത്രമേ തരത്തുള്ളൂ, ഒറിജിനൽ തരണമെങ്കിൽ ഹൗസ് ഏജൻസി കൂടി ചെയ്യണമെന്ന്. വാങ്ങിക്കാൻ നിർത്തില്ലല്ലോ കാശ്. പിന്നെ പ്രൊഫഷണൽ മേടിച്ചു. ഇത്രയൊക്കെ ആയില്ലേ, ബാക്കി ഹൗസ് ഏജൻസി കൂടി ചെയ്തു. എല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ടീച്ചർമാര് പറയാം ആയുർവേദ PG കൂടി എടുക്കണോ. ഇനി അതിന് കൂടിയുള്ള പെട്രോൾ എന്റെ വണ്ടിയിലില്ല. PGക്ക് വരെ വേറെ എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ.